ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ടൊബാക്കോയെ പറ്റിയിട്ടാണ്. ടൊബാക്കോയെ പറ്റിയിട്ടുള്ള ഷോക്കിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആദ്യം ഇന്ത്യയിൽ നിന്ന് തന്നെ തുടങ്ങാം. വേൾഡ്സ് സെക്കൻഡ് ഹയസ്റ്റ് നമ്പർ ഓഫ് ടൊബാക്കോ കൺസ്യൂമേഴ്സ് ഈസ് ഇൻ ഇന്ത്യ. അതായത് ലോകത്തിലെ ആകെ പുകവലിക്കാരുടെ എണ്ണത്തിൽ രണ്ടാം സ്ഥാനം നമ്മുടെ ഇന്ത്യക്കാണ്. ഏകദേശം 26 കോടി ജനങ്ങളാണ് പുകവലിക്കുന്നത് നമ്മുടെ ഇന്ത്യയിൽ. അപ്പോൾ ഒന്നാം സ്ഥാനം ആർക്കായിരിക്കും? നിങ്ങൾക്ക് അറിയാമെങ്കിൽ താഴെ കമന്റ് ചെയ്യുക. ഈ പുകയില നമ്മുടെ ശരീരത്തെ, നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെയൊക്കെ നെഗറ്റീവായി ബാധിക്കുന്നു എന്ന് പറയുന്നതിന് മുൻപേ പുകയിലയെ പറ്റിയുള്ള ചില ഷോക്കിംഗ് ഇൻഫർമേഷൻസ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1, പുകയില അത് ഉപയോഗിക്കുന്ന പകുതിയിലേറെ പേരെയും കൊല്ലും. ഹു ഡോണ്ട് ക്വിറ്റ്. അപ്പോൾ റിമൈനിങ് പകുതി പേരോ? അവരുടെയൊക്കെ ലൈഫിന്റെ ക്വാളിറ്റി വളരെ ശോകമായിരിക്കും. നമ്പർ 2, പ്രതിവർഷം 80 ലക്ഷത്തിന് മുകളിൽ മനുഷ്യരാണ് ഈ ടൊബാക്കോയിലൂടെ മരണപ്പെടുന്നത്. ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ 80 ലക്ഷത്തിൽ 13 ലക്ഷവും പുക വലിക്കാത്തവരാണ്. കൺഫ്യൂസ്ഡ് ആയോ? യെസ്, പുക വലിക്കാത്തവരെയും ഇത് സാരമായി ബാധിക്കും. എങ്ങനെയെന്ന് വെച്ചാൽ, പുകവലിക്കാർ വലിച്ചുവിടുന്ന പുക അറിയാതെ ശ്വസിക്കുന്ന പാവപ്പെട്ട മനുഷ്യർ. സോ നിങ്ങൾ പുക വലിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ വലിച്ചുവിടുന്ന പുക നിങ്ങളെ മാത്രമല്ല നശിപ്പിക്കുന്നത്, നിങ്ങളുടെ കൂടെയുള്ളവരെയും, ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവരെയോ നിങ്ങളുടെ സുഹൃത്തുക്കളെയോ ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും തന്നെ അത് ഇല്ലാതാക്കും. നമ്പർ 3, ലോകത്തിലെ ആകെ പുകവലിക്കാരിൽ 80% മുകളിൽ മനുഷ്യർ ജീവിക്കുന്നത് ലോ ഇൻകം കൺട്രീസിലാണ്. അതായത് വരുമാനം വളരെ കുറഞ്ഞ കൺട്രികളിലാണ്. കിട്ടുന്ന തുച്ഛമായ വരുമാനത്തിന്റെ ഒരു നല്ലൊരു വിഹിതം ഈ ടൊബാക്കോ പോലുള്ള ജീവിതത്തെ നശിപ്പിക്കുന്ന പ്രോഡക്ട്സ് വാങ്ങാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു ജനവിഭാഗം. നമ്പർ 4, ഇനി ഇന്ത്യയിലെ ചില കണക്കുകൾ പറയുന്നത് ഇന്ത്യയിൽ പുകവലിക്കാരുടെ എണ്ണത്തിൽ വലിയ മാറ്റമൊന്നും മുൻ വർഷത്തെ അപേക്ഷിച്ച് വന്നിട്ടില്ല എന്നാണ്. സിഗരറ്റ് വലിക്കാരുടെ എണ്ണം, ബീഡി വലിക്കാരുടെ എണ്ണം, പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലൊന്നും കാര്യമായ മാറ്റമൊന്നും വന്നിട്ടില്ല ഇതുവരെ. അത് മാത്രമല്ല, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വില മറ്റു കൺട്രികളെ അപേക്ഷിച്ച് വളരെ ചീപ്പാണ്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ 182 കൺട്രികളുമായി, ഇന്ത്യ ഉൾപ്പെടുന്ന 182 രാജ്യങ്ങളുമായി ഒരു കരാറിൽ ഒപ്പുവെച്ചു. അതിൽ പറയുന്നത് പുകയില ഉൽപ്പന്നങ്ങൾക്ക് മിനിമം അറ്റ്ലീസ്റ്റ് 75% ടാക്സ് ഏർപ്പെടുത്തണമെന്നാണ്. ഇതിൽ ആശ്ചര്യമായത്, ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ ടാക്സ് ഈ 75% അടുത്ത് പോലും വന്നിട്ടില്ല. 75%-ത്തിലും താഴെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പുകയില ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യ വളരെ ചീപ്പ് കൺട്രിയായി അറിയപ്പെടുന്നത്. ഇനി മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ പുകവലിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തിൽ കാര്യമായ വർധനവ് ഉണ്ടെന്നാണ് ചില റീസെന്റ് ആയി പബ്ലിഷ് ചെയ്ത പബ്ലിക്കേഷൻസ് പറയുന്നത്. ഇനി ഈ ടൊബാക്കോ പ്രോഡക്ട്സ് നമ്മുടെ ശരീരത്തെ എങ്ങനെ സാരമായി ബാധിക്കുന്നു എന്ന് കാണാം. നമ്പർ 1, ലങ് ഡാമേജ്. യു ഓൾ നോ ദാറ്റ്. നമ്മുടെ ശ്വാസകോശത്തെ പുകയില വളരെ സാരമായി തന്നെ ബാധിക്കുമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് കരുതും. സിഗരറ്റിൽ അടങ്ങിയ നിക്കോട്ടിൻ എന്ന ഒരു കെമിക്കലാണ് മോസ്റ്റ് പ്രോബബ്ലി ഈ ലങ്ങിനെ ഡാമേജ് ആക്കുന്നത്. ഇത് നിങ്ങൾക്ക് ലങ് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ സാധ്യത 25 മടങ്ങായി വർദ്ധിക്കും. 10ൽ 9 ക്യാൻസറും 9 ലങ് ക്യാൻസറുകളും ഈ സ്മോക്കിങ്ങുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി ആസ്മ ഉണ്ടെങ്കിൽ പുകയില അതിനെ ട്രിഗർ ചെയ്യും, അതിനെ വർദ്ധിപ്പിക്കും. നിങ്ങൾക്ക് COPD, ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസോർഡർ ഉണ്ടാകുന്നതിന്റെ ചാൻസ് വളരെ വലുതാകും. നമ്പർ 2, ഹാർട്ട് ഡിസീസ്. പുക വലിക്കുന്നതിലൂടെ നിങ്ങളുടെ ഹൃദയത്തിലെ, അതുപോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിലെ പല ഭാഗങ്ങളിൽ കാണപ്പെടുന്ന രക്തക്കുഴലുകൾക്ക് പൊട്ടൽ സംഭവിക്കും. രക്തം കട്ട പിടിക്കും, ചെസ്റ്റ് പെയിൻ ഉണ്ടാകും, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാം, സ്ട്രോക്ക് ഉണ്ടാകാം. നമ്പർ 3, ഫെർട്ടിലിറ്റി ഇഷ്യൂസ്. സ്മോക്കിങ്ങിലൂടെ സ്ത്രീകളുടെ പ്രഗ്നൻസി റേറ്റ് കുറയും. കാരണം ഇത് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് സിസ്റ്റത്തെ ബാധിക്കുന്നത് കൊണ്ടാണ്. അതിന് സ്ത്രീകൾ തന്നെ പുകവലിക്കണം എന്നില്ല. കല്യാണം കഴിഞ്ഞ പുരുഷന്മാർ സിഗരറ്റ് വലിച്ചാലും വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ അത് ശ്വസിച്ചാൽ, അവർ പ്രഗ്നന്റ് ആണെങ്കിൽ അവരുടെ കുഞ്ഞിനെ ഇത് സാരമായി ബാധിക്കും. ഇനി പുരുഷന്മാർക്ക് എറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകും. സ്പേമിന്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി ഇവയെ ഇത് അഫക്ട് ചെയ്യും. ശരിക്കും ഇത് പ്രഗ്നൻസിയിൽ വളരെ വലിയ കോംപ്ലിക്കേഷൻസ് ആണ് ഉണ്ടാകുന്നത്. പുകവലിക്കുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, മാതാവിന്റെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിന്റെ ശ്വാസകോശം, തലച്ചോറ്, നെർവസ് സിസ്റ്റം ഇവയൊക്കെ തകരാറിലാകാം. നമ്പർ 4, ഓറൽ ഹെൽത്ത്. നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും പുകവലിക്കുന്നവരുടെ മോണ, പല്ല്. ഇതൊക്കെ പല്ലൊക്കെ വയസ്സാകുന്നതിന് മുൻപ് തന്നെ പോയി തുടങ്ങും. ചിലപ്പോൾ നിങ്ങൾ ചില വ്യക്തികളെ കണ്ടിട്ടുണ്ടാകാം, അവർ പുകവലിക്കുന്നുണ്ടാവും, അവർക്ക് പല്ലും ഉണ്ടാകും. പക്ഷേ ആ പല്ലുകളൊക്കെ സെൻസിറ്റീവ് ആയിരിക്കും. അതായത് തണുത്തതോ ചൂടുള്ളതോ എന്തെങ്കിലും കഴിച്ചാൽ പെട്ടെന്ന് തന്നെ അവർക്ക് പെയിൻ അല്ലെങ്കിൽ മറ്റ് സെൻസേഷൻസ് ഒക്കെ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും അവർ. അത് മാത്രമല്ല, ആഹാരം രുചിക്കാനോ മണത്തറിയാനുള്ള ശേഷി പോലും നഷ്ടമാകും. നമ്പർ 5, ടൈപ്പ് 2 പ്രമേഹം. അതായത് പുക വലിക്കുന്നവരാണെങ്കിൽ അവർക്ക് 30 മുതൽ 40% സാധ്യത ഉണ്ടാകും ഈ ടൈപ്പ് 2 ഡയബറ്റീസ് അഥവാ പ്രമേഹം ഉണ്ടാകുന്നതിന്റെ. പുക വലിക്കാത്തവരെ സംബന്ധിച്ച് ഇതിൽ ഏറ്റവും പ്രയാസമേറിയ ഒരു കാര്യം എന്ന് പറയുന്നത്, സാധാരണ പ്രമേഹ രോഗികൾക്ക് അത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. പക്ഷേ പുക വലിക്കുന്ന പ്രമേഹ രോഗികളാണെങ്കിൽ ഈ പ്രമേഹത്തെ കൺട്രോൾ ചെയ്യുക എന്നത് അതൊരു സ്വപ്നം മാത്രമായി നിലനിൽക്കുകയുള്ളൂ. അത്രയ്ക്കും പാടായിരിക്കും. നമ്പർ 6, വീക്ക് ഇമ്മ്യൂണിറ്റി. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ചെറിയൊരു ഇൻഫെക്ഷനോ, ചെറിയൊരു പനി, തുമ്മൽ, ജലദോഷം ഇത് വന്നാൽ തന്നെ ഇത് നമ്മുടെ ശരീരത്തെ വളരെ സാരമായി തന്നെ
ബാധിച്ച് നമ്മളെ അത് ഇല്ലാതാക്കി കളയും. നമ്പർ 7, വിഷൻ പ്രോബ്ലംസ്. പുകവലിക്കുന്നവരിൽ കാഴ്ച ശക്തി പെട്ടെന്ന് ഇല്ലാതാകും. തിമിരം ഉണ്ടാകുന്നതിന്റെ സാധ്യതയും വളരെ ഏറെയാണ്. നമ്പർ 8, ഇഷ്യൂസ് വിത്ത് യുവർ സ്കിൻ, ഹെയർ, നെയിൽ. നിങ്ങളുടെ മുടിയിഴകൾ, നിങ്ങളുടെ ചർമ്മം, നിങ്ങളുടെ നഖം ഇവയൊക്കെ കോംപ്രമൈസ് ചെയ്യേണ്ടതായി വരും നിങ്ങൾ പുകവലിക്കാരാണെങ്കിൽ. കാരണം എന്താണെന്ന് വെച്ചാൽ പുകവലിക്കാരിൽ അവരുടെ ചർമ്മത്തിൽ ചുളിവുകൾ പെട്ടെന്ന് ഉണ്ടാകും. അതുപോലെ തന്നെ മുടികൾ പെട്ടെന്ന് കൊഴിയാം, അകാല നരയുണ്ടാക്കാം. സോ നിങ്ങൾക്ക് ഹാൻഡ്സം ആയിരിക്കണം, ബ്യൂട്ടിഫുൾ ആയിരിക്കണം, അല്ലെങ്കിൽ നല്ല ഗ്ലാമറിൽ ഒന്ന് എടുത്ത് കാണിക്കണം എന്നാണെങ്കിൽ പുകയില അപ്പാടെ ഉപേക്ഷിക്കുക. കാരണം പുകവലിക്കാരിൽ ഞാൻ ഈ പറഞ്ഞ ചുളിവുകൾ ഉണ്ടാകാം, മുടി പെട്ടെന്ന് കൊഴിയാം, അകാല നര ഉണ്ടാകാം, ചെറുപ്രായത്തിലെ തന്നെ വയസ്സന്മാരെ പോലെ തോന്നിപ്പിക്കാം. ദാറ്റ് ഈസ് പ്രീ മെച്യൂർ ഏജിങ്. ഇതൊക്കെ നേരത്തെ തന്നെ കണ്ടു തുടങ്ങാം. സോ ഇത്തരത്തിൽ പ്രായത്തിൽ കവിഞ്ഞ പ്രായം തോന്നരുത് എന്നാണെങ്കിൽ സേ നോ ടു ടൊബാക്കോ. അതിൽ കവിഞ്ഞ് ഇത്തരക്കാരിൽ സ്കിൻ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ സാധ്യതയും എടുത്തു പറയേണ്ടത് തന്നെയാണ്. സ്കിൻ ക്യാൻസർ മാത്രമേ ഉണ്ടാകൂ എന്ന് ചോദിച്ചാൽ ഒരിക്കലും അല്ല. ഒട്ടനവധി ക്യാൻസേഴ്സ്, ഒരു ക്യാൻസറിന്റെ കൂമ്പാരം തന്നെ നിങ്ങൾക്കായി മാറ്റി വെച്ചിരിക്കുകയാണ് അവിടെ, പുകവലിക്കാരാണ് നിങ്ങളെങ്കിൽ. അതിൽ ചിലത് ഞാൻ പറയാം. പാൻക്രിയാറ്റിക് ക്യാൻസറിന് 20 മുതൽ 30% വരെ സാധ്യത ഉണ്ടാകും. ബ്ലാഡർ ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ സാധ്യത 3 മടങ്ങായി വർദ്ധിക്കും. സ്റ്റൊമക് ക്യാൻസർ ഉണ്ടാകുന്നതിന്റെ സാധ്യത 2 മടങ്ങായി വർദ്ധിക്കും. ദെൻ ഈസോഫാജിയൽ ക്യാൻസറും ഉണ്ടായേക്കാം. സോ ഗൈസ്, ഇതൊക്കെ സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. ഇതിൽ കൂടുതൽ ഒരു തൃശൂർ പൂരം തന്നെ പുകവലിക്കാരെ കാത്തിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ഒരു നല്ല മനുഷ്യനാകാൻ തീരുമാനിച്ചാൽ, അതായത് പുകയില അപ്പാടെ ഒഴിവാക്കിയാൽ നിങ്ങളുടെ ശരീരത്തിന് ലഭിച്ചേക്കാവുന്ന ഗുണങ്ങൾ ഓരോന്നായി ഞാൻ പറയാം. 20 മിനിറ്റ് മുതൽ 12 മണിക്കൂറിന് ശേഷം നിങ്ങളുടെ ഹാർട്ട് റേറ്റ് നോർമൽ ആകും. രക്തത്തിലെ കാർബൺ മോണോക്സൈഡിന്റെ അളവ് നോർമൽ ആകും. 1 വർഷത്തിന് ശേഷം ബ്ലഡ് പ്രഷർ നോർമൽ ആകും. ഹാർട്ട് അറ്റാക്ക് സാധ്യത കുറയും. ശ്വാസകോശ സംബന്ധ പ്രശ്നങ്ങൾ വിട്ടുപോകും. 2 മുതൽ 5 വർഷത്തിന് ശേഷം സ്ട്രോക്ക് സാധ്യത താഴും. 5 മുതൽ 15 വർഷങ്ങൾക്ക് ശേഷം മൗത്ത്, ത്രോട്ട്, ഈസോഫാഗസ്, ബ്ലാഡർ ഇവയെ ബാധിക്കുന്ന ക്യാൻസർ സാധ്യത ഡ്രോപ്പ് ആകും. സിമിലർലി ലങ് ആൻഡ് ബ്ലാഡർ ക്യാൻസർ സാധ്യത പകുതിയായി കുറയും. ആഫ്റ്റർ 15 ഇയേഴ്സ്, 15 വർഷങ്ങൾക്ക് ശേഷം നിങ്ങളുടെ ഹൃദയത്തിന്റെ ആരോഗ്യം പുകവലിക്കാത്ത ആരോഗ്യമുള്ള ഒരു മനുഷ്യന്റെ ഹൃദയം എങ്ങനെയാണോ അത്തരത്തിലാകും. സോ ഗൈസ്, ഇതൊക്കെയാണ് പുകവലിച്ചാൽ നിങ്ങൾക്കും നിങ്ങൾക്ക് പേഴ്സണലിയും നിങ്ങളുടെ സമൂഹത്തിനും നമ്മുടെ സമൂഹത്തിനും ഉണ്ടാകുന്ന ദോഷനഷ്ടങ്ങൾ. സോ ചിന്തിക്കുക, പുകവലിക്കണോ വേണ്ടയോ എന്ന്. ആൻഡ് പുകവലിക്കുന്ന ജനങ്ങൾ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചൈനയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ആർക്ക് അയച്ചു കൊടുത്താലാണോ ഉപകാരപ്പെടുക എന്ന് തോന്നുന്നത് അവർക്ക് അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.